നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം. ഇന്ന് രാമായണ പാരായണത്തിലെ 14ാമത്തെ ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ, ശ്രീരാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതമാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ. ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമനാമം പാടി വന്ന വൈകിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരികൾ പൈതദാനം വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോട് പറഞ്ഞു തുടങ്ങിനാൾ. ജടായുഗതി. ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തൊഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ ശാസ്ത്രജാപങ്ങളോടും കൂടവേ കിടക്കുന്ന എത്രയുമെടുത്തു കാണായതു മതേ മാർഗം. അന്നേരം സൗമിത്രിയോട് അരുളി ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാണടോ കുമാര. നീ തന്നൊങ്കി തന്നെ ഒരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോട് പോർ ചെയ്തിടിനാൾ. അന്നേരം അഴിഞ്ഞതേ കോർപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാം. അവർക്കൊന്നാരോ ഭക്ഷിച്ചാരോ. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകീ തന്നെ തിന്നു തൃപ്തനായൊരു യാതൊധനനി കിടക്കുന്നതത്ര നീ കണ്ടീലയോ. കൊല്ലും ഇവനെ ഞാൻ വൈകാതെ, ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നീടുന്നത് കേട്ട നേരം വിസ്തൃത ഹൃദയനായി പക്ഷിരാജനം ചൊന്നാൾ. വന്ധ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ, മിത്രമിത്രയും തവ താതന വിശേഷിച്ചും. സ്നിഗ്ധരായിരിപ്പൂരു പക്ഷിയും ജടായു, ഞാൻ ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ. കട്ടുകൊണ്ടാകാശേ പോകുന്നേരം അറിഞ്ഞു ഞാൻ, പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്ത്. മുട്ടിച്ചു തീരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും. അപ്പോൾ പുഷ്ടവദനയോടും ഭൂമി വീണേനല്ലോ. നിന്തിരുവടി കണ്ണൊഴിഞ്ഞു മരിയായി ഇന്ദിരാദേവിയോട് വരവും വാങ്ങിക്കൊണ്ടേൻ. തൃക്കൺ പാർക്കേണമെന്നെ കൃപയാ കൃപാനിധി, തൃക്കഴിലിണ നിത്യം ഉൾക്കാമിൽ വസിക്കണം. ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നുതൻ. തൃക്കൈകൾ കൊണ്ട് തലോടി ഞാൻ അവനോട് ദുഃഖാശ്രു മൃതനയനോടും രാമചന്ദ്രൻ. ചൊല്ലൂ ചൊല്ലഹോ മമ വല്ലഭ വൃത്താന്തം നീ എല്ലാം എന്നത് കേട്ടു ചൊല്ലിനാൻ ജടായുവും. രക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണ ദിശ കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഠയാലേ. നല്ലത് വരുവാനായി അനുഗ്രഹിക്കണം. നിന്തിരുവടി തന്നെ കണ്ടിരിക്കവേ ബന്ധമറ്റീടും വണ്ണം മരിപ്പാൻ അവകാശം വന്നത് ഭവൽ കൃപാപാത്രമാകയാലഹം. പുണ്യപൂരുഷ പുരുഷോത്തമതയാനിധി. നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരാനന്ദാത്മാ പരമാത്മാമായ മനുഷ്യരൂപി. സന്തതമന്തർഭാഗേ വസിച്ചിടുക വീണം
നിന്തിരുമേനി ഘനശ്യാമളമഭിരാമം അന്ത്യകാലത്തിങ്കലീ വണ്ണം കാണായ മൂലം ബന്ധുവും മറ്റു മുക്തനായേൻ ഞാനെന്നൊരോലം ബന്ധുഭാവേന ദാസനാകിയോരടിയനെ ബന്ധുക കുസുമ സമൃദ്ധക്കരതലം തന്നാൽ ബന്ധുവത്സലാമന്ദം തൊട്ടരുളീണമെന്നാൽ നിന്തിരുമലരടിയോട് ചേർന്നിടാമല്ലോ. ഇന്ദിരാപതിയത് കേട്ടുടൻ തലോടിനാൻ മന്ദം മന്ദം പൂർണ്ണാത്മാനന്ദം വന്നിടും വണ്ണം അന്നേരം പ്രാണങ്ങളിൽ തിരിച്ചു ജടായുവും മന്നിടം തന്നിൽ വീണ നേരത്തുരഘുരൻ കണ്ണീർ വാർത്തുവാത്സല്യപരവശ നർണോജനേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രന്റെ ഉത്തമാംഗത്തെ എടുത്തുത്സംഗീർത്തിട്ടുത്തരകാര്യാർത്ഥമായി സൂദരനോട് ചൊന്നാൻ കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചീചിത തീർത്തു കൂട്ടണം അഗ്നി സംസ്കാരത്തിന് വൈകിടാതെ. ലക്ഷ്മണൻ അത് കേട്ടു ചിതയും തീർത്തിയിടിനാൻ ഭക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചു തൊക്കെ ക്രിയാദികളും ചെയ്ത് കാനന നേത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വച്ചു ജലാദികളും നൽകിയിടിനാൻ നല്ലൊരു ഗതിയെ അവനുണ്ടാവാൻ പിത്രാർത്ഥമായി പക്ഷികൾ ഇവയെല്ലാം ഭക്ഷിച്ച് സുഖിച്ചാലും പക്ഷീന്ദ്രൻ ഇതുകൊണ്ട് തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്ന സാദരമരുൾ ചെയ്തു. അന്നേരം വിമാനമൊരു ഹൃഭ്യാസ്വരം ഭാനു സന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായുവും ശംഖാരികതാപത്മമകുടപീതാംബരാദി ആദ്യങ്കിതരൂപം പണ്ടു വിഷ്ണു പാർഷാദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ട മുനികളാൽ തേജസ സകല ദിഗ്വാപ്തവനായി കാണായി വന്നു. സന്നദ്ധഗാത്രയോടും ഉയരക്കൂപ്പിത്തൊഴുന്നത ഭക്തിയോട് രാമനെ സ്തുതി ചെയ്ത ജടായു സ്തുതി. അഗണ്യഗുണ മാദ്യം അവ്യേയൻ അപ്രമേയമഖില ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരമാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം മഹിതകടാക്ഷ വിക്ഷേപിതാമരശുചും രഹിതാവിധി സുഖമന്ദിരാമനോഹരം ശ്യാമളം ജടാമകുടോജ്വലം ചാപശര കോമളകരാംബുജം പ്രണതോസ്മ്യഹം രാമം ഭുവനഗമനീയരൂപീപീഡിതം ശത രവിഭാസുര അഭീഷ്ടപ്രദം ശരണദം സുരപാദവ മൂല രചിത നിലയനം സുരസഞ്ജയ സേവ്യം പ്രണതോസ്മ്യഹം രാമം പവഗാന ദവദഹന നാമധേയം ഭവപങ്കജ ഭവമുഖദൈവതം ദേവം ധനുജപതി കോടി സഹസ്രവിനാശനം മനുജാകാരം ഹരിം പ്രണതോസ്മ്യഹം രാമം ഭവഭവനാഹാരം ഭഗവത് സ്വരൂപിണം ഭവഭീവി രഹിതം സേവിതം പരം ഭവസാഗരതരണാഘ്രിബോധകം നിത്യം ഭവനാശയാനിശം പ്രണതോസ്മ്യഹം രാമം ഗിരീശഗിരിസുതാഹൃദയാംബുജവാസം ഗിരിനായകധരം ഗിരിപക്ഷാരിസേവ്യം സുരസഞ്ജയധനുജീന്ദ്രസേവിതപാദം സുരഭമണിനിഭം പ്രണതോസ്മ്യഹം രാമം പരതാരാർത്ഥപരിവർജിതമനീഷീണാം പരപുരുഷ ഗുണഭൂരി സന്തുഷ്ടാത്മനാ പരലോകൈകഹിത നിരതാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം സ്മിതസുന്ദര വികസിത വക്രാംഭോരുഹം സ്മൃതിഗോചര മസ്സീതാംബുദകളേപരം ചിതപങ്കജചാരുനയനം രഘുവരം ക്ഷിതിനന്ദനാവരം പ്രണതോസ്മ്യഹം രാമം ജലപത്രൗഘസ്ഥിതവരവി
മണ്ഡലം പോലെ സകല ചരാചര ബിന്ദുക്കൾ ഉള്ളിൽ വാഴും പരിപൂർണാത്മാനമദ്വൈകമദ്വൈകമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമ വിധിമാധവശം രൂപഭേദേന ഗുണത്രിയ ഹൃദയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശമുനിജനസ്തുതമുവിക്തമജം ക്ഷിതിജാമനോഹരം പ്രണതോസ്മ്യഹം രാമം മന്മദശതകോടി സുന്ദരകളേവരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരമപ്യനാധാരം നർമ്മമാത്മാരാമം പ്രണതോസ്മ്യഹം രാമം ഇതി സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി അസ്തുതേ ഭദ്രം ഗച്ഛപദം മേ വിഷ്ണു പരമിസ്ത്രോത്രമെഴുതിയും പഠിച്ചും കേട്ടും കൊണ്ടാൽ ഭക്തനായുള്ളവൻ വന്നിടും മത്സ്യാരൂപ്യം പക്ഷീന്ദ്ര നിന്നെപ്പോലെ മത്പാരായണായനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടു ഒരു പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണുസ്വാരൂപ്യം പ്രാപിച്ചുപോയി ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചുതേ നിർമ്മല രാമരാമം രാമനാമം ചൊല്ലുന്ന ജനം പോലെ. കബന്ധഗതി. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശ സീതയെ കാണായികയാൽ സന്നദ്ധൈരേണ വനമാർക്കെ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു. തൽക്ഷണമസേവം രാമചന്ദ്രനും അരുളി ചെയ്താൽ വക്ഷസിവദനവും യോജനബാഹുക്കളും ചക്ഷുരാദികളുമില്ലെന്തൊരു സത്വമിതം. ലക്ഷ്മണ കണ്ടായോ, നീ കണ്ടോളം ഭയമുണ്ടാം. പക്ഷിക്കും ഇപ്പോൾ ഇവൻ നമ്മെ എന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമിൽ എത്രയും ചിത്രം ചിത്രം. പക്ഷസി വക്രം കാലും തലയുമില്ലതാനും. രക്ഷസ്സു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ കൽഭുജ മധ്യസ്ഥന്മാരായിരുന്നു കുമാരാ കൽപ്പിതം ധാതാവിനിൽ എന്തെന്നാൽ അത് വരും. രാഘവനേവം പറഞ്ഞിടിനോരനന്തരം ആകുലമകന്നോ ഒരു ലക്ഷ്മണനുര ചെയ്ത പോരും വ്യാകുല ഭാവം എന്തിനു വിചാരിപ്പാൻ. ഓരോരോ കരം ഛേദിക്കണം നാം ഇരുവരും. തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണഭുജം രാമൻ. ലക്ഷ്മണൻ വാമകാരം ഛേദിച്ചാനത് നേരം. രക്ഷോവീരനും അതിവിസ്മയം പൂണ്ടു രാമൻ ലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ. മദ്ഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരാ ഈ ഭുവനത്തിൽ ആരുമുണ്ടായി ഇതിൻ കീഴിൽ. അത്ഭുതകാരന്മാരാം നിങ്ങൾ ഇരുവരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേനും ഞാനും. ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തെന്നു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടൂരു ഗുരു ഷോത്തമൻ ചിരിച്ചുടൻ ഉത്തരമരുൾ ചെയ്തു. കേട്ടാലും ദശരഥനാമയോധ്യാധിപതി ജ്യേഷ്ഠനാനന്ദഹനഃ രാമനെന്നല്ലോ നാമം. സോദരനവൻ രാമലക്ഷ്മണൻ എന്ന നാമം. സീതയെന്നുണ്ട് മമ ഭാര്യയായൊരു നാരി. പോയിതു ഞങ്ങൾ നായാട്ടിനത് നിരവധി. മായയാ വീതിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൽ കാനനം തോറും
ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നയതി ഭീഷണ വിഷത്തോടും പാണികൾ കൊണ്ടു തവ വേഷ്ടിതന്മാരാകയാ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിടിനേൻ കരങ്ങളും ആരടോ വികൃത രൂപം ധരിച്ചോരു ഭവാൻ നേരോടെ പറഞ്ഞെന്നു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മനാ പറഞ്ഞിടിനാൻ കബന്ധനും നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം നിന്തിരുവടി തന്നെ മുന്നിലും മാറുകാണായി വന്നു ഒരു നിമിത്തമായി ദിവ്യനായിരിപ്പോരു ഗന്ധർവനഹം രൂപ യൗവനദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം സുന്ദരീ ജനമനോധൈര്യവും ഹരിച്ചതി സുന്ദരനായൊരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചത് ദുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിന ദുഷ്ടനായുള്ളൂ നീ രക്ഷസനായി പോകുന്നു തുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിന സാക്ഷാൽ ശ്രീനാരായണൻ തന്തിരുവടി തന്നെ മോഷതൻ ദശരഥപുത്രനായി ത്രേതായുഗേ വന്നവതരിച്ചു നിൻ ബാഹുക്കളർക്കുന്നാൾ വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കെന്തടോ താപസ ശാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ താപേന നടന്നീടും കാലമങ്ങൊരു ദിനം ശതമന്യുവിനെ പാഞ്ഞെടുത്തുതേനതിരുഷ ശതകോടിയാ തലയറുത്തു ശതമകൻ വജ്രമേറ്റിട്ടും വന്നീല മരണമൻ തബ്ധതംബവൻ മമ തന്നോരു വരത്തിനാൽ വന്ധ്യനല്ലായക മൂലം വൃത്തിക്കു മഹേന്ദ്രനും ഉത്തമാംഗത്തെ മമ കുക്ഷിയിലാക്കിയിടിന വക്രപാദങ്ങൾ മമ കുക്ഷിയിലാക്കിയ ശേഷം ഹസ്തയുഗ്മോരു യോജനായുധങ്ങളായി വർത്തിച്ചിടുന്നേനത്ര വർത്തിക്കു ചക്രാജ്ഞയാ സത്വസഞ്ജയം മമ ഹസ്തമധ്യസ്ഥമായാൽ വക്രേണ വസിച്ചു ഞാൻ വർത്തിച്ചേനിത്ര നാളും ഉത്തമരഘുനായകാതയാതേ വഹ്നിയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യമാർഗമൊക്കെ ചൊല്ലിയിടുവൻ മേദിനി കുഴച്ച് അതിൽ ഇന്ധനങ്ങളുമിട്ട് വീരിഹോത്രനെ ജ്വലിപ്പിച്ചത് സൗമിത്രിയും തത്രൈവകബന്ധദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്നുത്സിതനായി കാണായി ദിവ്യ വിഗ്രഹത്തോടു മന്മത സമാനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു വ്യക്തിയ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നൊരു ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നു പിന്നെ മന്യനാം ഗന്ധർവനും ആനന്ദ വിവശനായി കോൾമയർ കൊണ്ടു ഗദ്ഗദാക്ഷര വാണികളാം കോമളപാദങ്ങളാ സുതിച്ചു തുടങ്ങിയ കബന്ധസ്തുതി. നിന്തിരുവടിയുടെ തത്വമിതൊരുവർക്കും നിന്തിരുവടിയുടെ തത്വമിതൊരുവർക്കും
ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതില്ലെന്നാകിലും നിൻ തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിടുന്നു. സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം, അന്തവും ആദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം. അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കണം. ബന്ധുവും മറ്റു മോക്ഷപ്രാപ്തിയുമരുളണം. അവ്യക്തമതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയം വിലക്ഷണം. ദൃഗ്രൂപമേകമന്യ സകലം ദൃശ്യം ജഡം ദുർഗ്രാഹ്യമനാത്മ മാകയാലജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസവ്യതിരിക്തം മങ്ങിടാതൊരു പരമാത്മാനാം ബ്രഹ്മാനന്ദം. ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായത് ജീവൻ ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മം എന്നതിനൂനം നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യ നിർവിഷയാക്കി ലോകജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടോരു തൈജസം സൂക്ഷ്മദേഹം ഐരണ്യമധു വിരാട് പുരുഷനതിസ്ഥൂലം ഭാവനാ വിഷയമായോന്നത് യോഗീന്ദ്രാണ കേവലം തത്ര കാണായിരുന്നു ജഗത്തെല്ലാം. ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാമൃതസ്ഥൂലദേഹ ബ്രഹ്മാണ്ടകോശേ വിരാട് പുരുഷേ കാണാകുന്നു. സന്മയമെന്ന പോലെ ലോകങ്ങൾ 14 തുങ്കനാം വിരാട് കുമാരാകിയ ഭഗവൻ തൻ അംഗങ്ങളല്ലോ 14 ലോകവും നൂനം. പാതാളം പാദമൂലം പാർഷ്ണികൾ മഹാതലം നാദത്തെ ഗുൽഭം രസാതലം തലാതലം ചാരുജനങ്ങളല്ലോ സുതലം രഘുപതി പൂരകാണ്ഡങ്ങൾ നവവിതലമതലവും ജഘനം മഹീതലം നാഭിദേനപസ്ഥലം രഘുനാഥനോ സ്ഥലമായത് സുരലോകം. കണ്ഠദേശം തേ മഹർലോകം എന്നറിയണം. തുണ്ടമായതു ജനലോകം എന്നതിനൂനം. ശങ്കദേശം തേതപോലോകമങ്ങതിന്മീതെ പങ്കയോ ജയോ നിവാസിയാകിയ സത്യലോകം. ഉത്തമാംഗം തേ പുരുഷോത്തമ ജഗൽ പ്രഭോ സത്താമാത്രക മേഘജാലങ്ങൾ കേശങ്ങളും ചക്രാദി ലോകപാലകന്മാരായെല്ലാം ഭുജങ്ങൾ ദേ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും വക്രമായത് വഹ്നി നേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മാനസായതു ചന്ദ്രനല്ലോ ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധിവാക്പതിയല്ലോ കോപാകരണം അഹങ്കാരമയത് രുദ്രൻ വാക്കെല്ലാം ഛന്ദസ്സുകൾ ഭ്രംശകൾ യമനല്ലോ നക്ഷത്രപംക്തിയെല്ലാം ദ്വിജപംക്തികളല്ലല്ലോ ഹാസമായതു മോഹകാരിണീ മാമായ വാസനാ സൃഷ്ടി സ്തവാമോക്ഷണമല്ലോ ധർമ്മം നിൻ പുരോഭാഗമധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷ നിമിഷങ്ങൾ ദിനരാത്രങ്ങളതികളല്ലോ സപ്തസാഗരങ്ങൾ നിൻ കുഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തപനാടികളാകുന്നതും പൃഥ്വിതീരങ്ങൾ പോലസ്ഥികളാകുന്നതും വൃഷാ
അത്യൗഷധങ്ങൾ രോമങ്ങളാകുന്നതും ദൃശ്യനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും ദൃഷ്ടിയായതും അവരേതസ്സെന്നറിയണം. പുഷ്ടാം മഹീപദേ കേവല ജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവരുണ്ടാം മുക്തി നിന്തിരുവടിയൊഴിഞ്ഞീല കിഞ്ചനാവസ്തു സന്തതമേ ദൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേ ചിന്തിച്ചു വണങ്ങുന്നേ. ഇക്കാലമതിൽ കാളും മുഖ്യമായിരിപ്പോന്നേ കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം. താപസവേഷം ധരാവല്ലഭം ശാന്താകാരം ചാവേശുകരം ജടാവൽക്കല വിഭൂഷണം കാനനേ വിപിനത്വം ജാനകീ സലക്ഷണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം മാനസേ വസിപ്പതിന്നായഹം ചിന്തിക്കുന്നേ ഭാനുവംശോദ്ഭുതനാം ഭഗവൻ നമോ നമ. സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ ശർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയും ധ്യാനിച്ചുകൊണ്ടു കാശ്യാം സന്തരമിരന്നരുളിയിടുന്നു മുക്തിയർത്ഥമായി. തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്ക് തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം. പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ മൂഢന്മാർ ഭവതത്വം എങ്ങനെ അറിയുന്നു? മൂടിപ്പോകയാൽ മഹാമായ മുഹാന്തകാരെ രാമഭദ്രായ പരമാത്മനേ നമോ നമോ. രാമചന്ദ്രായ ജഗൽ സാക്ഷിണേ നമോ നമ. പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ പാഹി സൗമിത്രീ സേവ്യ പാഹി മാം ദയാനിധി. നിൻമഹാമായാദേവി എന്നെ മോഹിപ്പിച്ചേട കാംബുജ വിലോചന സന്തതം നമസ്കാരം. ഇത്തമർത്തിച്ചു ഭക്തിയാസ്വദിച്ച ഗന്ധർവനോ ഉത്തമ പുരുഷനാം ദേവനും അരുൾ ചെയ്തു. സന്തുഷ്ടനായി തവ സ്തുത്യാ നിശ്ചല ഭക്ത്യാ ഗന്ധർവശേഷ്ടാ ഭവാൻ മൽപദം പ്രാപിച്ചാൽ സാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീ പ്രസാദത്താലിടും. അത്രയുമല്ല പുനരനുഗ്രഹിപ്പൻ ഞാൻ ഈ സ്ത്രോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും. നിനക്കധിപതനിവരാ. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനാൻ. മുന്നിലും മാറു കാണാം മതങ്കാശ്രമം തത്ര സംപ്രതി വസിക്കു ശബരി തപസ്വിനി. ത്വൽപാദാംബുജഭക്തി കൊണ്ടേറ്റം പവിത്രയാ എപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയായി അവളെന്നു ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലുമ അവളവനീ സുത ലഭിക്കും നിങ്ങൾക്കെന്നാൽ. ശബരി ആശ്രമ പ്രവേശം. ഗന്ധർവനേവം ചൊല്ലിമറിഞ്ഞോരനന്തരം
സന്തുഷ്ടമാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദം മന്ദം പോയി ചെന്ന് ചാരുത നേർത്ത ശബരിയാശ്രമം മകം പൂക്കാർ സംഭ്രമത്തോടും പ്രത്യുത്തായതാപസ്യഭക്ത്യ സമ്പതിച്ചിത് പാദാംബോരുഹയുഗത്തിങ്കൽ സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടവളുമാ ആനന്ദമുൾക്കൊണ്ട് പദ്യാർഘ്യാസനാദികളാലേ പൂജിച്ചു തൽപാദ തീർത്ഥാഭിഷേകവും ചെയ്ത് പൂജത്തിനിന്നു ഫലമൂലങ്ങൾ നൽകിയിടിനാൽ പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിത് രാജീവനേത്രന്മാരാം രാജതന്ത്രന്മാരും അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചെന്നാളവൻ കന്യയായി വന്നനേഹമിന്ന് പുണ്യാതിരേകാൻ എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണ് അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിത് പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചോരവറുകളും എന്നോട് ചൊന്നാരവരേതുമേ ഖേദിയായേ ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം വന്നകശായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചു രാക്ഷസവതാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നീടും ഇവിടേക്കു രാഘവൻ എന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നീടുമെന്നാൽ മോക്ഷം നിനക്കുമെന്ന് നൂനം വന്നിതോ വണ്ണം ഗുരുഭാക്ഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്ത് നിന്തിരുവടി ധ്യാനിച്ചു വസിച്ചു ഞാൻ. ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മദ്ഗുരുഭൂതന്മാരാ താപസന്മാർക്ക് പോലും യോഗം വന്നീലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടും അധികാരിണിയല്ലല്ലോ. വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാൺമാനും അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കഴലിണ കൂപ്പി സ്തുതിച്ചുകൊള്ളുവാൻ നിങ്ങൾ കമലത്തിലറിയ പോകയാതെയാനിധി. രാഘവനതു കേട്ടു ശബരിയോട് ചൊന്ന ആകുലം കൂടാതെ ഞാൻ പറയുന്നത് കേൾവി. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്തേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നേടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദിത തപോദാന വേദാധ്യേന ക്ഷേത്രോപവാസ യാഗാദ്യഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മത്ഭക്തി ഒഴിഞ്ഞൊന്നു കണ്ടൊരു നാളും. ഭക്തി സാധനം സൃഷ്ടിച്ചു ഞാൻ ചൊല്ലിയിടുവൻ നൃത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം, പിന്നെ മൽക്കരാലാപം രണ്ടാം സാധനം, മൂന്നാമതും മദ്ഗുണീരണം, പിന്നെ മദ്യച്ചോവാഖ്യാതം. മൽക്കലാജാതാചാര്യോപവാസാനമഞ്ജതം പുണ്യശീലത്വം യമനീയവാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും.
മന്മന്ത്രോപാസകത്വമേഴാമതും മംഗലശീലേ കേട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകുകയും സർവദാ മത്ഭക്തരിൽ പാരമാസ്തികാവ്യം സർവബാഹ്യാർത്ഥികളിൽ വൈരാഗ്യം ഭവിക്കുകയും സർവലോകാത്മന ഞാൻ എന്നെപ്പോഴും ഉറയ്ക്കുകയും മത്തത്വവിചാരം കോളം വദാമതും ഭദ്രേ ചിത്തശുദ്ധിക്കു മൂലമാതിസാധനം നൂനം ഉക്തമായിതു ഭക്തി സാധനം നവവിധം ഉത്തമേ ഭക്തി നിത്യന്മാർക്കുള്ളൂ വിചാരിച്ചാൽ തിര്യകോ നിജങ്ങൾക്കെന്നാകിലും മൂഢന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും. തത്ര ജന്മനിമത്യന്നുത്തമനബോധനേ ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭവതാഠ്യേ പവൽ പ്രിയേ മുനിപ്രിയേ ഭക്തിയുണ്ടാക കൊണ്ടു കാണായി വന്നിതു തവ ഭക്തിയുമടുത്തിരു നിനക്കു തബോധനേ. ജാനകീ മാർഗമറിഞ്ഞ നേടിൽ നീ പറയണം കേനവാനീതാ സീതാമൽ പ്രിയാ മനോഹരി. രാഘവവാക്യം ഏവം കേട്ടോരു ശബരിയും മാകുല മകളുമാറാതരാലുര ചെയ്താൾ. സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസാരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ. സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയത് ദണ്ഡമെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യ ദൃശ്യാതണ്ഡവും മകളെയാൻ. മുമ്പിലമ്മാറു കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം തൽപുരോഭാഗേ. പശ്യപർവതമരമൃശ്യമൂകാഖ്യാം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവി ശ്രേഷ്ഠൻ. ബാലിയെ പേടിച്ചു സകേതനായനുദിനം ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ. 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ പാലനം ചെയ്യുക ഭവാനെ വഴി പോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശവും ചെയ്തു ഭവാൽപദ പങ്കജത്തോടും ചേർന്നുകൊള്ളുവാൻ തുടങ്ങുന്നു. പാർക്കണം മുഹൂർത്തമാത്രം ഭവാനതെത്രമേ തീർക്കണം മായാകൃതബന്ധനം ദയാനിധി. ഭക്തി പൂണ്ടിതമുക്താ ദേഹത്യാഗവും ചെയ്ത് മുക്തിയും സിദ്ധിച്ചിത് ശബരിയിലേക്കത് കാലം. ഭക്തവത്സലൻ പ്രസാദിക്കില്ലെന്നവർക്കെന്തി ലത്തിടും മുക്തി നീചജാതികൾക്കെന്നാകിലും പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ടൊന്നുമില്ലെന്ന് ചരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമവാദാംഭോജം സേവിച്ചു കൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ദൂരെ സന്ധ്യചരിച്ചു തൻ ഗുരുനാഥനോപദേശയാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം.
ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമയം ജഗത് സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോട് ഈ വാക്യവും പ്രാപിച്ചിടാം. രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ ഇത്തമീശ്വരൻ പരമേശ്വരിയോടു രാമ ഭദ്രവിത്രാവൃത്താന്തമരുൾ ചെയ്തു കേട്ടതു നേരം ഭക്തി കൊണ്ടേറ്റം പരമവശയായി ശ്രീരാമാങ്കൽ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും പൈങ്കിളിപ്പൈതാനം പരമാനന്ദം പൂണ്ടു ശങ്കരാചരുളെന്നിരുന്നരുളിന. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡം സമാപ്തം. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ ഹൃദിരമതമാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നമ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ഇതോടുകൂടി 14-ാമത്തെ ദിവസം രാമായണ പാരായണത്തിലെ 14-ാമത്തെ ദിവസത്തെ ഖണ്ഡികകൾ പൂർത്തിയാവുകയാണ്. എല്ലാവർക്കും നമസ്കാരം.